ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി വൈറലായി നിറഞ്ഞു നിൽക്കുന്നത് വേറെ ആരുമല്ല, രേണു സുധിയാണ്. അപ്പോൾ അവർക്കെതിരായിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം അവർ ചെയ്യുന്ന ചില പ്രവർത്തികളെയാണ് ആൾക്കാർ വിമർശിക്കുന്നത്. ഒരുപാട് റിയാക്ഷൻ വീഡിയോ ഈ പറയുന്ന രേണു സുധിക്കെതിരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ പിന്നീട് അവരുടെ ചില പ്രവർത്തികളെ നമുക്ക് വിമർശിക്കേണ്ടതായി വന്നു. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഞാനും ഈ പറയുന്ന രേണു സുധിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയിൽ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ രേണുവിൻ്റെ കുടുംബവും വന്നിരുന്നിട്ട് പറഞ്ഞു, കുറച്ച് യൂട്യൂബേഴ്സ് ഞങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണ്, ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ആ യൂട്യൂബേഴ്സ് ആയിരിക്കും. അതിൽ മെയിനായിട്ട് അവർ എടുത്തു പറഞ്ഞത് നമ്മുടെ അതുൽ വ്ളോഗ്സിനെയാണ്, റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന അതുൽ വ്ളോഗ്സ്. അപ്പം അതുൽ വ്ളോഗിനെതിരായിട്ട് ഇപ്പോൾ ഈ പറയുന്ന രേണു സുധി കേസ് കൊടുത്തിരിക്കുകയാണെന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, അതുൽ തന്നെയാണ് ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടിരുന്നത്. കാരണം ചങ്ങനാശ്ശേരിയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റേഷനിൽ ഈ പറയുന്ന അതുലിനെതിരായിട്ട് ഒരു കേസ് കൊടുക്കുകയും അവിടുത്തെ പോലീസുകാർ അതുലിനെ അങ്ങോട്ട് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഇന്നലെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ രേണു സുധി കേസ് കൊടുക്കുകയും അതിൻ്റെ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോലീസുകാർ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതുലിൻ്റെ പേരിൽ മാത്രം എന്താണ് കേസ് കൊടുക്കാനുള്ള കാരണം? എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഇവർക്കെതിരായിട്ട് വീഡിയോസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ നമ്മൾ എതിർത്തുകൊണ്ടും ഇവരെ വിമർശിച്ചുകൊണ്ടും വീഡിയോ ഇട്ടു. അല്ലാതെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇവരെ ആദ്യമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇവരുടെ പ്രവർത്തികൾ ഒരുമാതിരി നമ്മൾക്ക് വിമർശിക്കേണ്ടതായിട്ടുള്ള പ്രവർത്തികളാണ് ഇവർ കാണിച്ചത്. അതിൽ മെയിനായിട്ട് പറയേണ്ടത്, നമുക്കറിയാം കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു അനശ്വര കലാകാരൻ മരിച്ചിട്ട് 2 വർഷം തികയുന്നതിൻ്റെ അന്ന്, 2ാം ആണ്ട് ആ ഒരു ചടങ്ങിൻ്റെ അന്ന് രേണു ആ ഒരു സുധീലയത്തിൽ കാണിച്ചു കൂട്ടിയ ചില പ്രവർത്തികൾ, അത് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അന്നത്തെ ദിവസം രേണു കാണിച്ചു കൂട്ടിയതെല്ലാം വളരെയധികം മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സ്വന്തം ഭർത്താവാണ് മരിച്ച് 2 വർഷം തികയുന്ന ആ ഒരു ദിവസം പോലും രേണുവിന് സോഷ്യൽ മീഡിയയിൽ നിന്നൊന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. രേണുവിൻ്റെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ എന്തോ ഒരു കല്യാണ വീട് പോലെയായിരുന്നു അന്നത്തെ ദിവസം രേണു കാട്ടിക്കൂട്ടിയിരുന്നത്. കുറേയധികം ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിക്കുന്നു, അതിനുശേഷം ഫ്രണ്ട്സൊക്കെ വരുന്നു, വീട്ടിൽ ഭയങ്കര ആഘോഷം, മീഡിയക്കാർ, അങ്ങനെ ഭയങ്കരം തന്നെ. പക്ഷെ അന്നേ ദിവസം കൊല്ലം സുധിയുടെ സ്വന്തം വീടായിട്ടുള്ള കൊല്ലത്ത് അവരതിൻ്റെതായ രീതിയിൽ ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു, അവനും ഈ പറയുന്ന സുധീലയത്തിലോട്ട് അവൻ വന്നിരുന്നില്ല. അവൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള ചടങ്ങും കാര്യങ്ങളെല്ലാം കൊല്ലത്ത് സുധിയുടെ സ്വന്തം വീട്ടിൽ ചെയ്തു. അച്ഛനുണ്ടായിരുന്നു, അച്ഛനില്ല, കൊല്ലം സുധിയുടെ ജ്യേഷ്ഠനും അമ്മയും ഉണ്ട്. അവരൊക്കെ അതിൻ്റെതായ രീതിയിൽ ബലിയും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ചടങ്ങ് ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം രേണു എന്താണ് കാണിച്ചത്? മീഡിയക്കാരുടെ മുന്നിലൊന്ന് കരഞ്ഞു കാണിച്ചു. അതുപോലെ കൊല്ലം സുധിയുടെ കല്ലറയിൽ ചെന്നിട്ട് ഭയങ്കര അഭിനയം. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവും രേണു ഇത് അഭിനയിക്കുന്നതാണെന്നുള്ളത്. ഒരു സംശയമില്ല. ഇപ്പം ശരിക്കും ഒരു ആത്മാർത്ഥമായിട്ട് കരഞ്ഞാണെങ്കിൽ പോലും ഇവർ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മീഡിയക്കാരൊക്കെ എന്തിനാ ഒരു കല്ലറയിലേക്കും ആ രേണു കരയുന്നതും അതും ഇതുമൊക്കെ എടുക്കാൻ വേണ്ടി എന്തിന് രേണു അതിന് അനുമതി കൊടുത്തു? ആ വീഡിയോ ഒക്കെ എടുക്കാൻ എന്തിന് അനുമതി കൊടുത്തു? അന്നത്തെ ഒരു ദിവസമെങ്കിലും ഈ മീഡിയക്കാരെ ഒഴിവാക്കി നിർത്താമായിരുന്നു. പക്ഷെ രേണു അത് ചെയ്തില്ല. രേണുവിന് വീണ്ടും പബ്ലിസിറ്റി വേണം, നെഗറ്റീവിലൂടെയാണെങ്കിലും പബ്ലിസിറ്റി വേണം. അതിന് വേണ്ടിയിട്ട് രേണു എന്ത് ചെയ്തു? ഈ മീഡിയക്കാരെല്ലാം അന്നത്തെ ദിവസം ആ കല്ലറയിൽ രേണു പോയി പ്രാർത്ഥിക്കുന്നതും കരയുന്നതും എല്ലാം മീഡിയക്കാരെടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു. അതുകൂടാതെ അലിൻ ജോസ് പെരേര എന്നറിയപ്പെടുന്ന ഒരുത്തൻ്റെ അന്നത്തെ ദിവസം ഡാൻസ് കളിച്ചു. അതെല്ലാം വലിയ വിവാദമായിരുന്നു. അതിനെതിരെയൊക്കെ ആയിട്ട് നമ്മളെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് രേണുവിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിരുന്നു. അതിൽ വലിയ തെറ്റുള്ളതായിട്ടൊന്നും നമുക്ക് ആർക്കും തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് ഈ അതുലെന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർക്കെതിരായിട്ട് രേണു ഇതുപോലെ കേസ് കൊടുത്തതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പിന്നെ ഈ പറയുന്ന രേണു സപ്പോർട്ട് ചെയ്യുന്ന ഒരു പള്ളിയിലച്ഛനാണ്, ഒരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരനെ കുറച്ച് പുള്ളി എന്തൊക്കെയോ തട്ടിപ്പും ഒരുപാട് പണത്തിൻ്റെ തട്ടിപ്പൊക്കെ നടത്തിയ ഒരാളാണ്. ആ ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണു 1-2 പ്രാവശ്യം സംസാരിച്ചിരുന്നു. അതിനെതിരായിട്ട് ഈ പറയുന്ന നമ്മുടെ അതുൽ വീഡിയോ ചെയ്തിരുന്നു. ഇനി അതിൻ്റെ പേരിലാണോ ഇങ്ങനെ അതുലിനെതിരായിട്ട് ഇതുപോലെ ഒരു കേസ് കൊടുത്തതെന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ രേണുവിൻ്റെ കുടുംബവും കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞത്, എനിക്കും എൻ്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പപ്പായ്ക്കും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് മെയിൻ ഉത്തരവാദി അതുലായിരിക്കും എന്ന് പറഞ്ഞു. അത് എന്താ ഇവരുടെ ഉദ്ദേശം എന്താണ്?
ഇവർക്കെതിരായിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്താൽ ഉടനെ ഇവർ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇത്. അപ്പോൾ ഇവരവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവരവിടെ ഒരു എന്താ പറയുക, ആൾക്കാരുടെ നിന്നൊരു സെൻറ്റിമെൻ്റൽ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ കുറേ യൂട്യൂബേഴ്സ്, അതിൽ മെയിനായിട്ട് അതുൽ വ്ളോഗ് ആയിരിക്കുമെന്ന് പറഞ്ഞു. തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ അതുലിൻ്റെ വീഡിയോസൊക്കെ മെയിനായിട്ട് ഈ രേണുവിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കാണാറുള്ള. അതുൽ ഒരു വൃത്തികെട്ട രീതിയിൽ ഈ പറയുന്ന രേണുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഇവർ പറയുന്നുണ്ട് കുറേ യൂട്യൂബേഴ്സ് ഇവർക്കെതിരായിട്ട് സംസാരിച്ചു എന്ന്. ഇവർ കാണിക്കുന്ന പ്രവൃത്തി എന്താണ്? ഇവരെ കാണിക്കുന്ന പ്രവൃത്തിയാണ് നമ്മളെല്ലാവരും വിമർശിച്ചത്. അല്ലാതെ ഇവരെ ബോഡി ഷേമിങ് ചെയ്യാനോ അധിക്ഷേപിക്കാനോ തെറി പറയാനോ ഒന്നും നമ്മളാരും ചെയ്തിട്ടില്ല. എൻ്റെ ചാനലിൽ ഞാൻ രേണുവിനെതിരായിട്ട് ചെയ്ത വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്, എടുത്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേർക്കെതിരായിട്ട് ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് അതുലിനെതിരെയാണ്. എന്നിട്ട് അതുലിനെ പോലീസുകാർ വിളിപ്പിച്ചിട്ടുമുണ്ട്. എന്താണ് രേണു ഉദ്ദേശിക്കുന്നത്? എന്താണ് രേണു ചെയ്ത പ്രവർത്തികളെയാണ് ഇവിടെ യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്തത്. അത് ഒരാൾ മാത്രമൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അവർക്കൊന്നും എതിരെ കൊടുക്കാതെ ഈ അതുലിനെതിരായിട്ട് മാത്രം കൊടുത്തത്? അപ്പോൾ നമുക്കറിയാം എന്തായാലും അതുൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വീഡിയോസായിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് അതുലിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയണമല്ലോ. ഈ രേണു എന്തിൻ്റെ പേരിലാണ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കണമെന്നൊക്കെ അറിയണമല്ലോ. ഇവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ച ഉടനെ അങ്ങ് കൊണ്ട് കേസ് കൊടുത്ത് വായ അടപ്പിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. വിമർശിക്കേണ്ട കാര്യം വന്നാൽ വിമർശിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ രേണു എന്നല്ല ആരാണെങ്കിലും ഇതുപോലുള്ള പ്രവർത്തികൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർ എടുത്ത് റിയാക്ട് ചെയ്യും. അതൊരിക്കലും അവരെ അധിക്ഷേപിക്കാനോ ഒന്നുമല്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഒരുപാട് വീഡിയോസ് ഈ പറയുന്ന രേണുവിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ് രേണു എന്തിൻ്റെ പേരിലാണ് കേസ് കൊടുത്തത്. ഇനി അതുലിനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് എന്താണ് പോലീസുകാർ പറയുന്നത് എന്നതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്.